അരുവിക്കരയിൽ സ്ഥാനാർത്ഥിയായി ഒ രാജഗോപാലിനെ ബിജെപി പ്രഖ്യാപിച്ചു. ഇരുമുന്നണികളെയും തോൽപ്പിക്കാൻ കഴിയുന്നതിനാലാണ് രാജഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ശ്രീ ഒ രാജഗോപാൽജിയുടെ പേര് സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തിന്റെ മുൻപാകെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു തവണ കൂടി രാജഗോപാൽ എത്തുന്നു. ശക്തനായ സ്ഥാനാർത്ഥിയെ വേണമെന്ന സംസ്ഥാന കോർ കമ്മിറ്റിയുടെ അഭിപ്രായം മാനിച്ചാണ് രാജഗോപാൽ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് പാർട്ടി ലക്ഷ്യം കാണുന്നത്. അരുവിക്കരയിൽ പ്രകടനം മോശമായാൽ അത് സംസ്ഥാന ബിജെപിയുടെ മുന്നോട്ടുള്ള പോക്കിനെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു. പാർട്ടി മെമ്പർഷിപ്പ് 22,000-ലെത്തിയ അരുവിക്കരയിൽ പ്രചരണത്തിൽ ശക്തി കാട്ടിയാൽ ജയം പ്രതീക്ഷിക്കുന്നുണ്ട് ബിജെപി നേതൃത്വം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ എതിരാളികളെ ഞെട്ടിച്ച് രണ്ടാമതെത്തിയതും നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ 6,000-ൽ നിന്നും വോട്ട് 30,000-ൽ എത്തിച്ചതും കൂടി പരിഗണിച്ചാണ് രാജഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം. ഏതായാലും രാജഗോപാൽ എത്തുന്നതോടെ ഒന്നുറപ്പായി കഴിഞ്ഞു. ഇനി അരുവിക്കര തീപാറുന്ന ത്രികോണ പോരാട്ടത്തിന്റെ വേദിയാണ്. ജി ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. അരുവിക്കരയിലെ ഇടതുമുന്നണി കൺവെൻഷന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനെ പങ്കെടുപ്പിക്കില്ല. ബുധനാഴ്ച ചേരുന്ന കൺവെൻഷൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്യുക. PP അംഗം പിണറായി വിജയനും കൺവെൻഷനിൽ പങ്കെടുക്കുന്നില്ല. VSന്റെ പേര് ഒഴിവാക്കിയത് പരിശോധിക്കുമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ അറിയിച്ചു. പാർട്ടി നേതൃത്വവുമായി ഇടനിൽക്കുന്ന ഘട്ടങ്ങളിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനെ ഇറക്കി പ്രചരണം കൊഴിപ്പിക്കുന്നതായിരുന്നു ഇടതുപക്ഷത്തിന്റെ രീതി. എന്നാൽ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ VSനെ പങ്കെടുപ്പിക്കേണ്ടെന്നാണ് ഇപ്പോഴുള്ള തീരുമാനം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ബുധനാഴ്ച നടക്കുന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക. കാനം രാജേന്ദ്രൻ, മാത്യു ടി തോമസ് തുടങ്ങിയ ഘടകകക്ഷികളുടെ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന കൺവെൻഷനിൽ VSന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുമില്ല. ഇടതുമുന്നണി ജില്ലാ നേതൃയോഗത്തിന് ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് മണ്ഡലം കൺവെൻഷന്റെ വിശദാംശങ്ങളുള്ളത്. മണ്ഡലം കൺവെൻഷന്റെ കാര്യങ്ങൾ തീരുമാനിച്ചത് കീഴ് കമ്മിറ്റികളാണെന്നും VSന്റെ പേരില്ലാത്തത് പരിശോധിക്കുമെന്നും LDF കൺവീനർ വൈക്കം വിശ്വൻ പ്രതികരിച്ചു. VSന്റെ പേരെന്താ ഇല്ലാത്തതെന്ന് എനിക്കറിയില്ല. VSന്റെ പേരവിടെ നിന്ന് വരാതിരിക്കേണ്ട ഒരു കാര്യമില്ല. അതവരവിടെ കൂടി തീരുമാനിക്കട്ടെ എന്ന് വെച്ചു, അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞതുപോലെ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കാം. VS പ്രചരണ രംഗത്തുണ്ടാകുമോ എന്ന ചോദ്യത്തിന് LDF കൺവീനറുടെ പ്രതികരണം ഇങ്ങനെ: അതെന്താ അങ്ങനെ ഒരു അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല. അതൊക്കെ എത്തും. അതേസമയം അരുവിക്കരയിലെ പാർട്ടി ചുമതലക്കാരനായ പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ പേരും മണ്ഡലം കൺവെൻഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ VS നടത്തിയ വിമർശനം വൻ വിവാദമായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് VSനെതിരെ പ്രമേയവും പാസാക്കി. ഇതിന്റെ തുടർച്ചയായാണ് കൺവെൻഷൻ ഉദ്ഘാടക സ്ഥാനത്ത് നിന്നും VSനെ മാറ്റി നിർത്തിയതെന്നാണ് സൂചന. റിപ്പോർട്ടർ, തിരുവനന്തപുരം. അരുവിക്കരയിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ പരാജയം സംഭവിക്കുമെന്ന് RSP ജനറൽ സെക്രട്ടറി പ്രൊഫസർ TJ ചന്ദ്രചൂഡൻ. പിണറായി ഇടതുമുന്നണിയെ നിലംപരിശാക്കിയെന്നും RSP LDFിലേക്ക് ഇല്ലെന്നും പിണറായിയാണ് തെറ്റുതിരുത്തേണ്ടതെന്നും ചന്ദ്രചൂഡൻ പറഞ്ഞു. RSP ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ ചന്ദ്രചൂഡൻ രൂക്ഷ വിമർശനങ്ങൾ അഴിച്ചുവിട്ടത്. പിണറായി വിജയൻ ചുമതലയേറ്റ 10 വർഷക്കാലത്ത് ഇടതുമുന്നണി നിലംപരിശായി. ഘടകകക്ഷികളെ നിഷ്പ്രഭമാക്കുന്നതായിരുന്നു പിണറായിയുടെ നിലപാടുകൾ. പിണറായിയാണ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നതെങ്കിൽ പരാജയം ഉറപ്പെന്നും ചന്ദ്രചൂഡൻ പറയുന്നു. അദ്ദേഹം ചുമതല ഏറ്റെടുത്താണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ സംജാതമായത്. ആ ചുമതല ഏറ്റെടുത്ത 10 വർഷങ്ങൾ ഇടതുമുന്നണി നിലംപരിശാക്കി, ഘടകകക്ഷികളെ നിഷ്പ്രഭമാക്കി, വഴിവിട്ട സഖ്യങ്ങളിൽ ഏർപ്പെട്ട് കോൺഗ്രസിനെ കേരളത്തിൽ ശക്തമാക്കി. RSP തെറ്റിതിരുത്തി വന്നാൽ മുന്നണിയിൽ എടുക്കാമെന്ന് പറയുന്നു. കേട്ടാൽ തോന്നും ഞങ്ങളെ ഒന്ന് എടുക്കൂ എന്ന് പറഞ്ഞ് വാതിൽ മുട്ടുകയാണെന്ന്. തിരുത്തേണ്ടത് തിരുത്തി, തെറ്റേറ്റു പറഞ്ഞ് കുമ്പസാരം നടത്തേണ്ടത് പിണറായിയാണ്. തിരുത്തേണ്ടവർ തിരുത്തി, കുമ്പസാരം നടത്തി, ഇടതുമുന്നണിയെ ശിഥിലമാക്കിയത് തെറ്റായിപ്പോയെന്ന് സമ്മതിച്ച ശേഷം ഇത്തരം ആഹ്വാനങ്ങൾ പുറപ്പെടുവിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഇടതുമുന്നണിയെ ശിഥിലമാക്കിയത് തെറ്റായിപ്പോയെന്ന് പിണറായി ആദ്യം സമ്മതിക്കണമെന്നും RSP ജനറൽ സെക്രട്ടറി പറയുന്നു. റിപ്പോർട്ടർ, ആലപ്പുഴ. ആനത്തലവട്ടം ആനന്ദൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, ചെറിയാൻ ഫിലിപ്പ്, അജയ് തറയിൽ, K സുരേന്ദ്രൻ തുടങ്ങിയവരാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിൽ നിന്ന് VSനെ ഒഴിവാക്കി? തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ഒരാളിനെ ഉദ്ഘാടനം ചെയ്യാൻ നോക്കൂ. അതൊന്നിലധികം ആളുകൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഒക്കില്ല. CPMന്റെ സംസ്ഥാന സെക്രട്ടറി സാഹിബ് കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് ഘടകകക്ഷികളുടെയൊക്കെ നേതാക്കളെ പങ്കെടുപ്പിക്കണമെന്ന് തീരുമാനിച്ചു. പാർട്ടിയുടെ അകത്ത് ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവർക്ക് ഈ ഉദ്ഘാടന കർമ്മത്തിൽ തന്നെ പങ്കെടുക്കണമെന്നൊരു വ്യവസ്ഥയുമില്ല.
മറിച്ച് VS-ഉം അതുപോലെ പിണറായി വിജയനും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സജീവ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. ഒരാളിനല്ലേ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കൂ, അതനുസരിച്ച് സാധാരണ കൺവെൻഷനെ ഉദ്ഘാടനം ചെയ്യാറുള്ളത് LDF-ന്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ ആളാണ്. ഇത്തവണ VS-നെ ഒഴിവാക്കിയതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? ഇനി അഥവാ ഉദ്ഘാടനം കൊടുക്കണ്ട, ആ ചടങ്ങിൽ പങ്കെടുക്കാനൊരു ക്ഷണമെങ്കിലും വേണ്ടേ ഏഷ്യാനെറ്റ് ആനന്ദൻ? അതെന്തുകൊണ്ട് കൊടുത്തില്ല? അങ്ങനെ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. VS-ന് എന്തെങ്കിലും അസൗകര്യമോ അല്ലെങ്കിൽ ഇവിടെ ഈ സംഘടിപ്പിക്കുന്ന ആളുകളുടെ എന്തെങ്കിലും അസൗകര്യങ്ങളോ ഉണ്ടെങ്കിൽ അതങ്ങനെ വന്നു തരും. അതിൻ്റെ ഒഴിവാക്കിയതല്ല, ഒഴിവാക്കിയതാണെന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ്. VS ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലെല്ലാം പങ്കെടുക്കുമെന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന VS അച്യുതാനന്ദൻ എന്തെങ്കിലും അസൗകര്യമോ എന്ന് പറഞ്ഞ് താങ്കൾ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. എങ്കിൽ ശരി, ഞാൻ സമ്മതിക്കാം. VS അച്യുതാനന്ദൻ അസൗകര്യം കാരണമാണോ, VS അച്യുതാനന്ദൻ അസൗകര്യം അറിയിച്ചത് കൊണ്ടാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാത്തത്? ഇത് ഇവിടെ ഒഴിവാക്കിയതാണോ, അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യം കൊണ്ട് ഒഴിവായതാണോ, ആ വിവരം എനിക്കറിയില്ല. ഞാനിന്നിപ്പോൾ നിങ്ങൾ ഈ പറയുമ്പോഴേ എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടുള്ളൂ. ഞാനിവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. LDF കൺവീനറുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നേരത്തെ പറയുന്നത് കേട്ടു. ആ സ്റ്റേറ്റ്മെൻറ്റിൽ VS-നെ ഒഴിവാക്കിയതായിട്ട് അദ്ദേഹത്തിന് അറിയില്ല, ഒഴിവാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്താണ് ഇതിൻ്റെ നടന്നതെന്നുള്ള വരെ അവർക്കറിയില്ല. തുടരുക. കെ സുരേന്ദ്രൻ, O രാജഗോപാലാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി. എന്താണ് O രാജഗോപാൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വന്നാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ, രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ എല്ലാം O രാജഗോപാൽ, ഈ ഒരാളെ ഉള്ളൂ നിങ്ങൾക്ക് നിർത്താൻ? ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കണമെന്നുള്ളത് ജനങ്ങളുടെ ആഗ്രഹമാണ്. കാരണം കഴിഞ്ഞ 4 കൊല്ലം ഇതുപോലെ അഴിമതി നടത്തിയ UDF ഗവൺമെന്റ്, ആ അഴിമതിയുമായിട്ട് ഒത്തുതീർപ്പിലെത്തിയ LDF, ഇവർ രണ്ടുപേരെയും ജനങ്ങൾ വെറുത്തിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ രാജേട്ടൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, പാർട്ടി വിരുദ്ധ മനോരോഗം പിടിപെട്ടയാളെന്ന് പരസ്യമായി സെക്രട്ടേറിയറ്റ് പറഞ്ഞു. സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ചു പോയ ആളാണ്. ആലപ്പുഴയിൽ അദ്ദേഹം നടത്തുന്ന പരിപാടിയെല്ലാം ബഹിഷ്കരിക്കുന്നു. എനിക്ക് ആനത്തലവട്ടത്തിനോട് ചോദിക്കാനുള്ളത്, എന്തിനാണ് നിങ്ങൾ VS-നെ അവിടെ കൊണ്ടുവരുന്നത്? നിങ്ങൾക്കത് പരസ്യമായി അങ്ങ് സമ്മതിച്ചാൽ പോരെ? അപ്പോൾ രാജേട്ടൻ ഈ പാർട്ടിയിൽ അനഭിമതനായിട്ടുള്ള ആളല്ല, പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമാണ്, ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള BJP-യിലെ കേരളത്തിലെ നേതാവാണ്. ഞങ്ങളത് സമ്മതിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു. അതിൽ എന്താണൊരു അയോഗ്യതയായിട്ടുള്ളത്? ഞങ്ങളതൊരു യോഗ്യതയായിട്ടാണ് കാണുന്നത്. ഈ ഇലക്ഷനിൽ BJP-ക്ക് ജയിക്കാൻ കഴിയും. ആ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തി ഞങ്ങൾ ശക്തമായിട്ടുള്ള ഒരു മത്സരത്തിന് ശ്രീ രാജേട്ടനെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. ആനത്തലവട്ടം ആനന്ദൻ, അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥാനാർത്ഥിയെ വേണം. അത് O രാജഗോപാലാണെന്ന് കണ്ടെത്തുന്നു, അവർ നിർത്തുന്നു. അത് വലിയ തോതിൽ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ ഉൾപാർട്ടി പ്രശ്നമാണ്, ഞങ്ങൾക്ക് തോന്നുന്ന ആളെ സ്ഥാനാർത്ഥി നിർത്തും എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. എന്നിട്ടും കെ സുരേന്ദ്രൻ പിടിക്കുന്നത് ഇപ്പുറത്താണ്. പാർട്ടി വിരുദ്ധ മനോഭാവമുള്ളയാൾ എന്ന് നിങ്ങൾ VS അച്യുതാനന്ദനെ ആക്ഷേപിച്ചു. VS അച്യുതാനന്ദൻ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളും പാർട്ടി വിരുദ്ധ പരിപാടികളായി നിങ്ങൾ പ്രഖ്യാപിക്കുന്നു. കെ സുരേന്ദ്രൻ്റെ ചോദ്യം ഇതാണ്, പുറത്തേക്ക് വിടുകയാണോ VS അച്യുതാനന്ദൻ? അതിൻ്റെ ആദ്യത്തെ പടിയാണോ ഇത്? അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമോ അഭിപ്രായങ്ങളോ ഏതെങ്കിലും പറഞ്ഞാൽ പാർട്ടി വിരുദ്ധമാണെന്ന് പറയും. അത് പരസ്യമായി പറയുന്നതാണല്ലോ, രഹസ്യമായിട്ടുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് VS പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണ്, പാർട്ടിക്കെതിരായി നിൽക്കുകയാണെന്നുള്ള കണ്ടുപിടുത്തമൊക്കെ അത് സമാധാനത്തിന് സുരേന്ദ്രനെ പോലുള്ള ആളുകൾക്ക് നന്നായിരിക്കും. പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാജഗോപാൽ അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കി. ഇതുവരെ കേട്ടിട്ടിരുന്ന വേറെ പേരുകളായിരുന്നു, അവർക്ക് ഇഷ്ടമുള്ള ആളുടെ സ്ഥാനാർത്ഥിയാക്കാം. BJP-ക്കും UDF-നും എതിരായിട്ടുള്ള അതിശക്തിയായ ഒരു പോരാട്ടം നടക്കാൻ പോവുകയാണ് അരുവിക്കര മണ്ഡലത്തിൽ. ഒരു വർഷക്കാലത്തെ BJP ഭരണം, സകല പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കിയ ഭരണം, ആളുകളുടെ മുമ്പ് നൽകിയ വാഗ്ദാനങ്ങളും മോഹങ്ങളുമൊക്കെ ഇല്ലായ്മ ചെയ്തൊരു ഭരണം, അതിനെതിരായിട്ടുള്ള നിലപാടായിരിക്കും അരുവിക്കരയിലെ വിധിയെഴുത്തായിരിക്കും അരുവിക്കരയിലെ ജനങ്ങൾ നടത്തുക. അതേപോലെ തന്നെ 4 വർഷക്കാലമായി കേരളത്തെ ഭരിച്ചു മുടിച്ച ഒരു ഗവൺമെൻറ്, ശ്രീ ഉമ്മൻചാണ്ടി പറയുകയുണ്ടായി, ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു വിലയിരുത്തലാണെന്ന്.
ആ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിക്കുന്നു. ജൂൺ മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് നിലനിൽക്കില്ല. അതാണ് സംഭവിക്കാൻ പോണത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഓരോ റഫറണ്ടമാണ്, ഉമ്മൻചാണ്ടിയുടെ റഫറണ്ടമാണ്, UDF സർക്കാരിൻ്റെ റഫറണ്ടമാണ് എന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം പറയുന്നുണ്ടല്ലോ. ഇത് സാധാരണഗതിയിൽ ഉമ്മൻചാണ്ടി ഇങ്ങനെയൊക്കെ പ്രതിപക്ഷത്തു നിന്നൊരു ശബ്ദം വന്നാൽ ഉടനെ പറയാറുള്ളത് അതെ എൻ്റെ സർക്കാരിൻ്റെ വിലയിരുത്തൽ തന്നെയാകും ഇത്. മറിച്ച് അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലാണെന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നൊരു ചോദ്യം ഉമ്മൻചാണ്ടി കഴിഞ്ഞ 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ ചോദിച്ചിട്ടുണ്ട്. ഇത്തവണ അദ്ദേഹം മിണ്ടിക്കാണുന്നില്ല, മിണ്ടുന്നുമില്ല, ആവർത്തിച്ച് ചോദിച്ചിട്ടും. നികേഷ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിരിക്കുന്നു ഈ ഗവൺമെന്റിന്റെ വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു ഈ ഗവൺമെന്റിന്റെ വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന്. അത് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അത് പറയുകയും ആദ്യമത്തോടു കൂടി അതൊക്കെ ഉറച്ചു നിൽക്കുകയും ചെയ്യും. പിന്നെ ഇന്ന് കോട്ടയത്തെ പത്രക്കാരോട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നതിൽ അത് അർത്ഥവുമില്ല. ശ്രീ ഉമ്മൻചാണ്ടി വളരെ വ്യക്തമായി ഇത് വിജയിക്കുമെന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥിയായി ശ്രീ ഷബീദാനെ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. ഇവിടെ 2 കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ശ്രീ അച്യുതാനന്ദനെ കുറിച്ച്. അച്യുതാനന്ദൻ ഇവിടെ തെരഞ്ഞെടുപ്പ് വരികയോ വരാതിരിക്കുകയോ ചെയ്യുന്നൊന്നും ഞങ്ങളെ സംബന്ധിച്ച ഒരു പ്രശ്നമല്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു പ്രമേയമുണ്ട്. എന്താണ് പ്രമേയം? UDF ആവശ്യമുള്ളപ്പോഴൊക്കെ അച്യുതാനന്ദൻ സഹായിക്കാൻ വരുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം UDF സഹായിക്കാനും വരും എന്ന് പറഞ്ഞിരിക്കുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ പാർട്ടിയുടെ പ്രമേയം ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം UDF സഹായിക്കാനും വരുമെന്ന ചിലപ്പോൾ അവരവർ വിളിക്കാതിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ? അത് UDF ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന കാലഘട്ടമാണിത്. ഈ അരുവിക്കരയിൽ UDF തോറ്റു പോയാൽ പിന്നെ ഇല്ല ഈ സർക്കാർ എന്നെല്ലാവർക്കും അറിയാം. അങ്ങനെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് അച്യുതാനന്ദൻ UDF സഹായിക്കുമോ എന്ന് നിങ്ങൾക്കറിയാം, കാരണം നിങ്ങളത് പ്രമേയത്തിൽ എഴുതിയതാണ്. അല്ല, ഞങ്ങൾ പ്രമേയത്തിൽ എഴുതിയത് അന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയെ കുറിച്ചിട്ടാണ് പ്രമേയത്തിൽ എഴുതിയത്. അത് തന്നെയാണ് അദ്ദേഹം തുടർന്ന് ഈ പാർട്ടിക്കാരിൽ നിൽക്കുന്ന കാലം മുഴുവൻ, അദ്ദേഹത്തിൻ്റെ ആജീവനാന്ത കാലം മുഴുവനെന്ന് ഇവരെങ്ങനെ കണ്ടെത്തുന്നത്? അതിലാണോ നിങ്ങൾ ആശ്വാസം കൊള്ളുന്നത് UDF ജയിക്കുമെന്ന്? അല്ല. ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഏതാണ്? ഇതിന് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പ് നെയ്യാറ്റിൻകരയിലാണ്. ഈ അരുവിക്കരയുടെ തൊട്ടടുത്താണല്ലോ അത്. ആ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസം VS അച്യുതാനന്ദൻ പോയത് എവിടെയാണ്? പോയത് TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ KK രമയെ കാണാൻ. അത് കഴിഞ്ഞതിന് ശേഷം ബാർ കോഴയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയിലാകുന്ന, അല്ലെങ്കിൽ ആ സർക്കാർ വീഴും എന്നുള്ളൊരു തോന്നലുണ്ടായപ്പോൾ ഉടനെ പറഞ്ഞു ചെകിട്ടത്തടിക്കാൻ തോന്നി കഴിഞ്ഞ നേതൃത്വത്തെ എന്ന്. അപ്പോൾ ആ നിലയിൽ ഒരു നിൽക്കൂ അജയ് തറയിൽ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചല്ല CPM പറഞ്ഞിട്ടുള്ളത്. നിരവധി ഉദാഹരണങ്ങൾ VS അച്യുതാനന്ദൻ UDF സഹായിച്ചതായി CPM നിരത്താൻ തന്നെയുണ്ട്. തുടരുക. അപ്പൊ നികേഷേ, അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം VS അല്ല, BS കുറിച്ച് നിങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്കും നിങ്ങൾക്കും നമുക്കുമൊക്കെ അറിയാമല്ലോ. ആ സഖാവ് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിളിച്ച് പറയാറുണ്ട്. അത് പാർട്ടിയുടെ അച്ചടക്കം നോക്കാതെ പറഞ്ഞാൽ പാർട്ടി അതിനെ സംബന്ധിച്ച് താക്കീത് ചെയ്യും. അതിനപ്പുറത്ത് വേറെ എന്താ കാര്യം? നിങ്ങൾ പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചൊരു പ്രസ്താവന നടത്തുകയും പാർട്ടി അത് തിരുത്തുകയുമാണെങ്കിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് രീതിയിൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പാർട്ടി അങ്ങനെ അച്ചടക്ക ലംഘനം പ്രോത്സാഹിപ്പിക്കില്ല. യഥാർത്ഥ നിലപാട് പാർട്ടി പറയുന്നു. അതല്ലല്ലോ ഇപ്പോൾ അജയ് തറയിൽ ഉന്നയിച്ച വിഷയം. അജയ് തറയിൽ പറയുന്നത് പാർട്ടി വിരുദ്ധനാണ് VS അച്യുതാനന്ദൻ, പാർട്ടി വിരുദ്ധ മനോഭാവമുള്ള ആളാണ് VS അച്യുതാനന്ദൻ. 1. 2, UDF എപ്പോഴൊക്കെ പ്രതിസന്ധി അനുഭവിക്കുന്നു അപ്പോഴൊക്കെ സഹായത്തിന് എത്തുന്നത് VS അച്യുതാനന്ദനാണ്. അങ്ങനെ സഹായത്തിന് എത്തുന്ന ആളെ ശരിയാണ് അരുവിക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയല്ല, കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കാതിരുന്നത് എന്താണെന്ന് LDF കൺവീനർക്ക് അറിയാവും, എനിക്കതറിയില്ല. പക്ഷേ VS പിടിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ അക്കാര്യത്തിൽ ഇവർ നിരാശരാകും.
അതേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. തുടരുക. ശ്രീ അജയ് തറയിൽ ആനത്തലവട്ടം ആനന്ദന്റെ ശബ്ദത്തിൽ വെള്ളി വീഴുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും അത് അദ്ദേഹത്തിന് ഇപ്പോൾ വിശദീകരിച്ച് തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതല്ല, അത് ശരിയാണ്. അത് മറ്റൊരു വിഷയം. അപ്പോൾ ഇവിടെ ഇടതുപക്ഷ മുന്നണിയുടെ വലിയൊരു അപജയം നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ശ്രീ സുരേന്ദ്രൻ സൂചിപ്പിച്ചു, രണ്ട് മുന്നണികൾക്കുമെതിരായി ശ്രീ ഒ രാജഗോപാൽ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തെ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ മത്സരിക്കുന്നു. എനിക്ക് ശ്രീ സുരേന്ദ്രൻ വളരെ എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് സുരേന്ദ്രൻ. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കും, ഒരു പാർട്ടി 25-30 കൊല്ലമായി കേരള രാഷ്ട്രീയത്തിൽ സജീവമായ സാന്നിധ്യം ആയി നിൽക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് ഇതുകൊണ്ട് നേതാക്കളെ വളർത്തിയെടുക്കാൻ കഴിയുന്നില്ല. എത്രയോ പ്രഗത്ഭരായ നേതാക്കന്മാർ ആ പാർട്ടിയിൽ വന്നു. സുരേന്ദ്രൻ മത്സരിക്കട്ടെ, നല്ല കാൻഡിഡേറ്റ് സുരേന്ദ്രൻ, അല്ലെങ്കിൽ രമേശ മത്സരിക്കട്ടെ, അല്ലെങ്കിൽ സി കെ പരമ മത്സരിക്കട്ടെ. അപ്പോൾ ഇവർക്കൊന്നും ആത്മവിശ്വാസമില്ല. തെരഞ്ഞെടുപ്പ് കണ്ടാൽ മത്സരിക്കുക എന്ന് പറയുന്ന ഹരമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ തലയിലേക്ക് അത് വെച്ചു കൊടുക്കാം. അല്ലാതെ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ആർക്കും അവിടെ മത്സരിച്ച് ഒരു വലിയടാകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്താണ് മറുപടി ശ്രീ സുരേന്ദ്രൻ അവർ കാൻഡിഡേറ്റാക്കിയിട്ടുള്ളത്. അല്ല നികേഷ്, എനിക്ക് ചോദിക്കാനുള്ളത്, എ കെ ആന്റണിക്ക് എത്ര വയസ്സായി? ഉമ്മൻചാണ്ടിക്ക് എത്ര വയസ്സായി? മൻമോഹൻ സിംഗിന് എത്ര വയസ്സായി? ഗൗരി അമ്മയ്ക്ക് എത്ര വയസ്സായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ? എന്താണ് ഈ പറഞ്ഞതിന് അർത്ഥം? ശ്രീ രാജേട്ടന് 80 വയസ്സായി. പക്ഷെ രാജേട്ടന് ഇവിടെ ഇരിക്കുന്ന ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെക്കാളും നല്ല ആരോഗ്യമുണ്ട്. രാജേട്ടന് എന്തിന്റെ കുറവാ? രാജേട്ടൻ പാർട്ടി വിരുദ്ധ മനോഭാവമുള്ള ആളല്ല. രാജേട്ടൻ പോകുന്നിടത്ത് പാർട്ടി അവരെ വിലക്കുന്നില്ല. രാജേട്ടൻ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. KSUവിന്റെ പ്രമേയം എന്താ? അല്ല, എനിക്ക് ചോദിക്കാനുള്ള KSUവിന്റെ പ്രമേയം എന്താ? 30 കൊല്ലമായില്ല ഒരു മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന, മാറിക്കൊടുക്കുവോ? എന്താ മാറിക്കൊടുക്കാത്തത്? 45 കൊല്ലമായില്ലേ മാണി ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നത്, എന്താ മാറിക്കൊടുക്കാത്തത്? അപ്പൊ ഇതൊക്കെ പറയാൻ എന്ത് അർഹതയാണ് UDFിനുള്ളത്? LDFിൽ അച്യുതാനന്ദന് എത്ര വയസ്സായി? പാർട്ടി വിരുദ്ധ മനോഭാവമുള്ള ആളെ പിടിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് മാറ്റാൻ പറ്റുമോ? എന്താ മാറ്റാത്തത്? ഈ മുന്നണിയിൽ എത്ര പ്രായമുള്ള ആൾക്കാർ ഇടതു മുന്നണിയിലും വലതു മുന്നണിയിലും ഉണ്ട്. അവരൊക്കെ മാറുമ്പോൾ ഞങ്ങൾ ആലോചിക്കാം. ഞങ്ങൾക്ക് ജയിക്കാൻ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആരാണോ ഞങ്ങൾ നോക്കും. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14,000 വോട്ടിനാണ് രാജേട്ടൻ തോറ്റത്. ഇവിടെ ആരെങ്കിലും പ്രവചിച്ചിരുന്നോ? പ്രവചനക്കാരൊക്കെ നടത്തിയത് രാജേട്ടന് 18% വോട്ടേ കിട്ടുമെന്നാണ്. പക്ഷെ 33% വോട്ട് രാജേട്ടന് കിട്ടി. 4 മണ്ഡലത്തിൽ 1ാം സ്ഥാനത്ത് വന്നു. അങ്ങനെയുള്ള ഒരാളെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ വേറെ ആളെ നിർത്തണം. അപ്പൊ നിങ്ങൾക്ക് വേവലാതി ഉള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം രാജേട്ടൻ വന്നതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രാജേട്ടന് വയസ്സായെന്നൊന്നും ഞാൻ പരാതിപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, ആ പാർട്ടിയിൽ നിങ്ങൾ പുതിയ ലീഡർഷിപ്പിന് വളർത്തു വരാൻ കഴിയുന്നില്ലല്ലോ. കോൺഗ്രസിനകത്ത് ഞങ്ങൾ എല്ലാ മണ്ഡലത്തിലും ഏകേന്ദ്രയാണ് മത്സരിപ്പിക്കുന്നത്. എത്രയോ പേര് മാറി മാറി പരീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിന് പോലും കഴിയാത്തൊരവസ്ഥ വന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന നിങ്ങൾ BJPയുടെ ഒരു വലിയ വീഴ്ച. കാരണം നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പോരാട്ടം അവസാനിച്ചു. നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ ജനങ്ങളിൽ അവതരിപ്പിക്കാത്ത വിധം മോശമായി കഴിഞ്ഞിരിക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു വലിയ ഫാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. അതുകൊണ്ട് വളരെ ദയനീയമായിരിക്കും എന്നതുകൊണ്ട് ഈ ചെറുപ്പക്കാരെ വളർന്നു വന്നതും നിങ്ങൾ ആരും മത്സരിക്കാൻ തയ്യാറില്ല. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഹരം പൂണ്ട ഒരു വ്യക്തിയായതുകൊണ്ട് ആയിക്കോട്ടെ. തെരഞ്ഞെടുപ്പിൽ ഹരം പൂണ്ട വ്യക്തിയാണ് ഒ രാജഗോപാൽ എന്നാണ് താങ്കൾ പറയുന്നത്. അത് നോക്കാം നമുക്ക്. പക്ഷേ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഹരം പൂണ്ടത് കൊണ്ട് മാത്രമായിരിക്കില്ലല്ലോ ആ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നേടാൻ കഴിയുക. ഒ രാജഗോപാലിനെ നിർത്തിയാലാണ്, ഞാൻ മത്സരിച്ചാലാണ് ഏറ്റവും കൂടുതൽ വോട്ട് പാർട്ടിക്ക് നേടിക്കൊടുക്കാൻ കഴിയുക എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒ രാജഗോപാലും ആവർത്തിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടാകണം. ദയവായി തുടരുക. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, നമ്മളിപ്പോൾ ആദ്യം VS അച്യുതാനന്ദനെ പങ്കെടുപ്പിക്കാത്തതാണ്. അതെങ്ങനെയാണ് LDF അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? ഇനിയുള്ള കൺവെൻഷനുകൾ VS അച്യുതാനന്ദൻ പങ്കെടുക്കുമെന്നാണ് ഇവിടെ CPM-ൻ്റെ നേതാക്കളെല്ലാം പറയുന്നത്. താങ്കളും അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നറിയിക്കുന്നത് കൊണ്ടാണ് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടന്നത്. ഇവിടെ നമുക്ക് നെയ്യാറ്റിൻകര എടുക്കാം. നെയ്യാറ്റിൻകരയിൽ ഏതാണ്ട് 36,000 വോട്ട് ഒ രാജഗോപാൽ നേടിയിരുന്നു. 1,10,000 വോട്ടാണ് ആകെ കഴിഞ്ഞ തവണ പോൾ ചെയ്തത് 2011 അരുവിക്കരയിൽ. അപ്പോൾ 1,11,000 വോട്ടും ഈ പറയുന്ന നെയ്യാറ്റിൻകരയിൽ അത് ഒ രാജഗോപാൽ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് 36,000 ആയത്.
1,10,000 പോൾ ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അതിൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരികയാണെങ്കിൽ തന്നെയും ഈ നെയ്യാറ്റിൻകരയിൽ പിടിച്ച 36,000 വോട്ട് ഉണ്ടെങ്കിൽ ഒ രാജഗോപാലിന് ജയിക്കുകയോ അല്ലെങ്കിൽ ശക്തമായ എതിരാളിയാവുകയോ ചെയ്യാം. ഒ രാജഗോപാൽ വരുന്നതിലൂടെ UDF-നാണോ LDF-നാണോ, ഇപ്പോൾ 2 തരത്തിൽ ധ്രുവീകരിക്കപ്പെട്ട് നിൽക്കുകയായിരുന്നു ശബരിനാഥും M വിജയകുമാറും. ആ നിലയിൽ നിന്ന് മാറി അതൊരു ത്രികോണ മത്സരമായി മാറാനിടയുണ്ടോ? ഈ ത്രികോണമായി മാറുന്നത് കൊണ്ട് LDF-നാണോ UDF-നാണോ ഗുണം, അതോ BJP മുന്നേറ്റമുണ്ടാക്കുമോ? തിരുവനന്തപുരത്ത് 3 തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും തിരുവനന്തപുരം പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ നേമം നെയ്യാറ്റിൻകര മത്സരിച്ചപ്പോഴും BJP-യുടെ വോട്ടിംഗ് അടിത്തറയ്ക്ക് അപ്പുറം ഒരു പൊതു സ്വീകാര്യത ഉണ്ടെന്ന് രാജേട്ടൻ തെളിയിച്ചു. അദ്ദേഹത്തിന് കിട്ടിയ ആ വോട്ടിന്റെ ഒരു കാരണം BJP-യുടെ വോട്ട് മാത്രമല്ല, അദ്ദേഹത്തിന് ജാതിമത വ്യത്യസ്തമായ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വോട്ടുകൾ ലഭിച്ചു. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഒ രാജഗോപാൽ തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ നേട്ടങ്ങൾ, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ ലൈൻ, കൊച്ചുവേളി, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ അദ്ദേഹം പരമ്പള്ളി ഗോവിന്ദമേനോന് ശേഷം കേന്ദ്ര റെയിൽവേ മന്ത്രി നടത്തിയ സേവനങ്ങളെ തലസ്ഥാനത്തെ ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു നല്ല നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. അത് അരുവിക്കര ആവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തമായ നിലപാടിലേക്ക് പോകാൻ കഴിയില്ലെങ്കിൽ പോലും ഇത്രത്തോളം സാധ്യമാവുകയില്ല എന്നാണ് എൻ്റെ അനുമാനം. കാരണം സാമുദായിക ഘടനയും രാഷ്ട്രീയ ഘടനയും നെയ്യാറ്റിൻകരയുടെയോ നേമത്തെയോ തിരുവനന്തപുരം നഗരത്തിൻ്റെതല്ല അരുവിക്കരയിൽ. അത് ഞാൻ അതിൻ്റെ സാമുദായിക ഘടനയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല പറയുന്നത്, രാഷ്ട്രീയ ഘടനയും വ്യത്യസ്തമാണ്. അവിടെ ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ തിരുവനന്തപുരം നഗരത്തെക്കാൾ, നെയ്യാറ്റിൻകരയേക്കാൾ, നേമത്തെക്കാൾ CPIM-നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും അടിവേരുണ്ട്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ഞാനൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ മത്സരം നടക്കുമ്പോൾ ഒ രാജഗോപാലിന് തീർച്ചയായിട്ടും സമാഹരിക്കാവുന്ന വോട്ടുകൾ BJP-യിൽ നിന്ന് കിട്ടും. അതിനപ്പുറം അദ്ദേഹത്തിന്റെ പൊതുസ്വീകാര്യതയുടെ പേരിൽ എവിടെയെങ്കിലും വോട്ട് കിട്ടുന്നെങ്കിൽ അത് കോൺഗ്രസിൽ നിന്നായിരിക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കും. കാരണം ഈ ഒ രാജഗോപാലുമായി ബന്ധപ്പെട്ട ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് 2 സന്ദർഭങ്ങളിൽ, അതായത് UDF-ന്റെ എപ്പോഴൊക്കെ രാജഗോപാലിന് മുന്നേറ്റം വന്നിട്ടുള്ളതെല്ലാം LDF-ന്റെ സ്ഥാനാർത്ഥി ദുർബലമായ അവസരത്തിലാണ്. നെയ്യാറ്റിൻകരയിലെ സ്ഥാനാർത്ഥി തീർത്തും ദുർബലനായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഇവിടെ തിരുവനന്തപുരത്ത് ബെനറ്റ് എബ്രഹാം വളരെ ദുർബലനായിരുന്നു. ഈ ദുർബലനായ പശ്ചാത്തലത്തിൽ LDF-ന്റെ വോട്ടിൽ നിന്നും ഒരു വിള്ളലുണ്ടാക്കാൻ രാജഗോപാലിന് സാധിച്ചത് സത്യമാണ്. അത്തരമൊരു വിള്ളൽ ഈ ജില്ലയിൽ സമർപ്പിക്കാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി, ജില്ലയിലെ പൊതുസ്വകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് വിജയകുമാർ. അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലവും ജന്മദേശവുമായ ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ വോട്ടിംഗ് അടിത്തറയിൽ നിന്നും ഒരു വിള്ളലുണ്ടാക്കാൻ കഴിയില്ല എന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. ചുരുക്കം ഇതാണ്, അതായത് തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 3-ാം സ്ഥാനത്തായതുപോലെ സ്ഥാനാർത്ഥികളുടെ മികവ് നോക്കുകയാണെങ്കിൽ ഇത്തവണ UDF ആണ് 3-ാം സ്ഥാനത്താകാൻ പോകുന്നത്. രാജഗോപാൽ 2-ാം സ്ഥാനത്തേക്ക് വരും. സ്ഥാനാർത്ഥിയുടെ മികവ് നോക്കി തന്നെയാണല്ലോ ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് തന്നെ ശബരിനാഥൻ അരുവിക്കര മണ്ഡലത്തെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ശബരിനാഥനെ തമ്മിൽ ചെറുപ്പത്തിന്റെ ഒരു ആവേശമാണ്. അവിടെയുള്ള വോട്ടുകളിൽ ഏതാണ്ട് 40% വോട്ടുകൾ ചെറുപ്പക്കാരുടെ വോട്ടുകളാണ്. ശബരിനാഥ് പുതിയ യുവത്വത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ്. അദ്ദേഹം പുതിയ സോഷ്യൽ മീഡിയ അടക്കമുള്ള പുതിയ യുവാക്കളുടെ എല്ലാ വികാരങ്ങളും ഉൾക്കൊള്ളുന്ന വ്യക്തിയായതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു ശബരിനാഥ് നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. അതുകൊണ്ട് കാൻഡിഡേറ്റർ എന്ന വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റ് അതിനേക്കാളും മുന്നിൽ നിൽക്കാവുന്ന തരത്തിൽ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രതീകമായി അവതരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ഏതഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ശ്രീ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞ ആ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ശ്രീ ഒ രാജഗോപാൽ നെയ്യാറ്റിൻകരയിൽ പിടിച്ച വോട്ടിന് അത്രയും വോട്ട് പിടിക്കാനും പോകുന്നില്ല. ഒ രാജഗോപാൽ പിടിക്കുന്ന വോട്ട് BJP വോട്ട് പ്ലസ് UDF വോട്ടുകൾ അവർ പിടിക്കും. കാരണം ഇത് CPM എന്ന് പറയുന്നത് കേരളത്തിലെ വലിയ ഒരു ഹൈന്ദവ പാർട്ടിയാണ്. പ്രോ ഹിന്ദു പാർട്ടിയാണ് BJP, പ്രോ ഹിന്ദു പാർട്ടിയാണ് CPM. ആ പ്രോ ഹിന്ദു പാർട്ടികൾ തമ്മിൽ വോട്ടുകൾ ഡിവൈഡ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ കേരളത്തിൽ കണ്ടിരിക്കുന്ന പരീക്ഷകൾ മുഴുവനും അങ്ങനെയാണ്. ആനന്ദൻ അതിനോട് പ്രതികരിക്കുക. നെയ്യാറ്റിൻകരയിൽ
ടി പി ചന്ദ്രശേഖരൻ്റെ വധമാണ് ഒന്നാമത്തെ കാരണമെങ്കിൽ രണ്ടാമത്തെ കാരണം അവിടെ ഒ രാജഗോപാൽ വന്നു 36,000 വോട്ട് പിടിച്ചു എന്നുള്ളതാണ്. അതാണ് ശ്രീ അജയ് തറയിൽ ഇപ്പോൾ പറഞ്ഞത്. BJPയുടെയും ആൻറ്റി UDF വോട്ടുകളുമാണ് ഒ രാജഗോപാൽ പിടിക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്നുള്ള നിലയിൽ CPMന് ലഭിക്കാനിടയുള്ള അനുഭാവി വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് ഒ രാജഗോപാലിന് പകുതി പോകും. അങ്ങനെയാണ് എങ്കിൽ LDF വോട്ടിലാണ് സ്പ്ലിറ്റ് ഉണ്ടാകാൻ പോകുന്നത്. അത് LDFന് ദോഷം ചെയ്യുകയും UDFന് ഗുണം ചെയ്യുകയും ചെയ്യും ഒ രാജഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം. നെയ്യാറ്റിൻകരയും അരുവിക്കരയും തമ്മിൽ വ്യത്യാസമുണ്ട്. നെയ്യാറ്റിൻകരയിലെ സ്ഥാനാർത്ഥി ഈ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് LDF നിർത്തിയത്. അതേസമയം ഹിന്ദു മാസിനെ LDFന് അനുഭാവികളായി ഇന്ന് കുറച്ച് ആൾക്കാരെ കൂടി രാജഗോപാലിന് സ്വാധീനിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നെയ്യാറ്റിൻകര നമ്മൾ കണ്ടത്. ഇവിടെ അതല്ല സ്ഥിതി. ഇവിടെ ആ മണ്ഡലത്തിൽ ഏറ്റവും വലിയ 2 സമുദായങ്ങളുണ്ട്. ആ സമുദായങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സമുദായത്തിൽപ്പെടുന്ന ആൾ തന്നെയാണ് അവർ തന്നെയാണ് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ CPMൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. ഈ ന്യൂനപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക, ന്യൂനപക്ഷ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്, ആ വികാരം ഉയർത്തിക്കൊണ്ടുവന്ന SNDPയും NSSും BJPയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന ആ അറ്റ്മോസ്ഫിയർ ഇവിടെ അരുവിക്കരയില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇതിനു മുമ്പ് ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവതരിപ്പിച്ചിട്ടുണ്ട്. കാർത്തികേയൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടൊരു സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നതാണ്. കാർത്തികേയൻ്റെ സ്മരണ നിലനിർത്തിയാൽ റബ്ബറിൻ്റെ വില കൂടുമോ? 246 രൂപ ഉണ്ടായിരുന്ന 1 കിലോ റബ്ബറിന് ഇപ്പം 100 രൂപയിൽ താഴെയാണ്. അരുവിക്കര മണ്ഡലത്തിലെ റബ്ബർ കൃഷിക്കാരൻ ഈ സ്മരണയുടെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുമെന്നാണോ? ടാപ്പിംഗ് തൊഴിലാളികളുടെ പണിയില്ലാതെ നടക്കുന്ന ആ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ഈ സ്മരണയുടെ പേര് പറഞ്ഞിട്ട് അവരുടെ ജോലി ലഭിക്കുമോ? ഇങ്ങനെ സ്മരണയുടെ പേര് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ യുവത്വത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ തമസ്കരിക്കാൻ, അത് മൂടി വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാവുന്ന തെറ്റായ ധാരണയാണ് കോൺഗ്രസിനെയും BJPയും ഒക്കെ നയിക്കുന്നത്. BJP ഗവൺമെന്റേയും UDF ഗവൺമെന്റേയും ജനദ്രോഹ നയങ്ങൾ ഇവിടെ സജീവ ചർച്ചയ്ക്ക് വിധേയമാകും. വളരെ പ്രധാനപ്പെട്ട കാര്യം കെ സുരേന്ദ്രനോട് കൂടി ചോദിച്ചത്. കെ സുരേന്ദ്രൻ, നരേന്ദ്രമോദി അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതകൾ നെയ്യാറ്റിൻകരയുടെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിൻ്റെ പ്രകടനത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്നത് സ്വാഭാവികമായ 1 വർഷം കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ഭരണവിരുദ്ധ വികാരം ഏറ്റുവാങ്ങുന്നയാളാണ്. അങ്ങനെ ഒരു BJP ആണ് ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ എന്നുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പ്രഭാവമുണ്ടല്ലോ, വ്യക്തിപരമായ വോട്ടുകളുണ്ടല്ലോ, അത് നഷ്ടപ്പെടാനിടയാക്കും. തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അഴിമതിയാണ്. കാരണം ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരായി ശക്തമായിട്ടുള്ള ഒരു ജനവികാരം കേരളത്തിലുണ്ട് എന്നുള്ളത് എല്ലാവരും സമ്മതിച്ചേ മതിയാവുള്ളൂ. പക്ഷെ ആ ജനവികാരത്തിൽ പല ആളുകളും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരല്ല. ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ നികേഷ് ഇന്നൊരു പകുതി ആളുകളും RSS മനസ്സുള്ളവരാണ്, BJP മനസ്സുള്ളവരാണ്. അത് നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിലായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പോലും കണ്ണൂർ ജില്ലയിൽ പോലും മാർക്സിസ്റ്റ് കേഡറുകളിൽ ഒരു വലിയ ശതമാനം ആളുകൾക്ക് ഹിന്ദു RSS BJP മനസ്സാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ചെയ്യും, അതിലൊരു സംശയമില്ല. പിന്നെ അഴിമതിയാണ് മുഖ്യ ചർച്ചാ വിഷയമെങ്കിൽ ഗവൺമെന്റ് 1 വർഷത്തെ BJP ഗവൺമെന്റിന്റെ കാലത്ത് ഒരു നയാ പൈസയുടെ അഴിമതി ഈ ഗവൺമെന്റ് നടത്തിയിട്ടില്ല. സ്പെക്ട്രം ഇടപാടിൽ കോടിക്കണക്കിന് ലാഭം ഉണ്ടായിരിക്കുന്നു. കൽക്കരിപ്പാടം ഇടപാടിൽ 3 ലക്ഷം കോടിയാണ് ഗവൺമെന്റിന് ലാഭം. ഒരു അഴിമതി ഇല്ലാത്ത ഗവൺമെന്റിനെ അവിടെ കാണുന്നു. ഇതുപോലെ അഴിമതിക്കാരനായിട്ടുള്ള ഉമ്മൻചാണ്ടി. പിന്നെ വേറൊരു കാര്യമുണ്ട്, അഴിമതിക്കെതിരെ ശബ്ദിക്കാൻ LDFന് എങ്ങനെയാ കഴിയുക? ഇവിടെ മാണിക്കെതിരെ 164 ഉണ്ടെന്ന് പറയുന്നു. അത് അഴിമതി, അതാണ് വലിയ കേസ് ഇവിടെ. അതേ 164 അല്ലേ പിന്നെ നമ്മുടെ എളമരം കരീമിനെതിരെ ഉള്ളത്. അയാളും ചാക്കിൽ പൈസ വാങ്ങി എന്നല്ല പറഞ്ഞത്. എളമരം കരീം ഒരു ചാക്ക് നിറയെ പൈസ വാങ്ങി. ആരോട്? മലബാർ സിമന്റ്സിലെ അഴിമതിക്കാരനായിട്ടുള്ള ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇത് എന്താ വ്യത്യാസം? ഇത് ജനങ്ങൾ അഴിമതിയാണ് വിഷയമെങ്കിൽ അതാണ് അടുത്ത ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിലെങ്കിൽ UDFന്റെ തലയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടാവൂ. റിസൾട്ട് അതുമാത്രമായിരിക്കും. സുരേന്ദ്രനോടൊരു കാര്യം സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാനത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച ആളാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും വലിയ ഒരു ഹിന്ദു കൺസോൾട്ടേറ്റ് ഹിന്ദുക്കൾ ഒരു 5%
5-നും 8-നും ഇടയ്ക്ക് മാത്രം ആളുകൾ CPM-ലേക്ക് പോകുന്നു എന്നാണ് CPM-ന്റെ തന്നെ ഉണ്ടായിരിക്കുന്ന കണക്ക്. അപ്പൊ ആ ഷിഫ്റ്റ് ഒക്കെ CPM-ന് ഉണ്ടാകാം. ആ CPM-ൽ നിന്ന് ഉണ്ടാകുന്ന ഷിഫ്റ്റ് UDF-ന് അനുകൂലമായിട്ടാണ് വരാനും പോകുന്നത്. അതൊരു തിയറി. രണ്ടാമത്തെ കാര്യം, അഴിമതിക്കെതിരെയുള്ള സുരേന്ദ്രൻ പറഞ്ഞതും അതുപോലെ അനന്തല വട്ടമാനന്ദനും പറഞ്ഞ ഒരു വിഷയം. അഴിമതിക്കെതിരെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. അഴിമതിക്കെതിരെ വളരെ കൃത്യമായി ഡിസിഷൻ എടുത്ത ഒരു ഗവൺമെന്റ്. അതാണ് ഈ ഒരു പ്രത്യേകത. കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് അംഗത്തു നിന്ന് ഒരു IAS ഉദ്യോഗസ്ഥരെ അഴിമതി പേരിൽ കുറ്റം ചുമത്തി പുറത്താക്കാൻ കഴിഞ്ഞൊരു ഗവൺമെന്റ്, ഒരു IPS ഉദ്യോഗസ്ഥരെ അഴിമതി കണ്ടെത്തി പുറത്താക്കാൻ കഴിഞ്ഞൊരു ഗവൺമെന്റ്, അതുപോലെ മന്ത്രിമാരെ കുറിച്ചുള്ള അഴിമതി ആരോപണം പറയാമെന്നല്ലാതെ എന്ത് ഗുണം ശ്രീ അജയ് തറയിൽ? ഒരു മന്ത്രിക്ക് കുറ്റപത്രം കൊടുക്കണോ വേണ്ടയോ എന്ന് സംബന്ധിച്ച് അതേ സർക്കാർ തന്നെ കുറ്റപത്രം കൊടുക്കണോ വേണ്ടയോ എന്ന് സംബന്ധിച്ച് കൂലങ്കഷമായ ചർച്ച നടത്തുകയും അത് ഒഴിവാക്കാനുള്ള വഴികൾ ആലോചിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് താങ്കൾ പറയുന്നത് അഴിമതിക്കെതിരെ കൃത്യമായി പൊസിഷൻ എടുത്ത, നിലപാടെടുത്ത, ആക്ഷൻ എടുത്ത സർക്കാർ എന്നൊക്കെ. വെറുതെ പറയുകയാണ് അതൊക്കെ. അതെങ്ങനെ ശരിയാവുന്ന? വേറെ ആര് ചെയ്തിട്ടുണ്ട്? ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് അവര് പാർട്ടി ഇരിക്കുന്ന നിങ്ങളല്ലേ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു വിഷയം വന്നാൽ സ്വാഭാവികമായും നമുക്ക് കേസെടുക്കാതെ വഴിയില്ല. ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP. അപ്പൊ അഴിമതിക്കെതിരെ വളരെയേറെ സുതാര്യമായ സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്താൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ആണ്. ഇത് തെരഞ്ഞെടുപ്പ്, നമുക്ക് വിഷയം എന്താണ്? നമ്മുടെ വിഷയം തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന് ഇത് ബാധിക്കാൻ പോവുകയാണെന്ന് താങ്കൾക്കറിയാമല്ലോ. അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വരികയാണ്. കാരണവശാലും ഗവൺമെന്റ് ബാധിക്കില്ല. അതാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് അഴിമതിക്കാരെ സംരക്ഷിക്കുകയോ അഴിമതി വെള്ളപൂശുകയോ ചെയ്യുന്ന ഗവൺമെന്റ് അല്ല. ഈ ഗവൺമെന്റ് അഴിമതിക്കെതിരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഇന്ന് പ്രൊഫസർ TJ ചന്ദ്രചൂഡൻ പറഞ്ഞു അരുവിക്കരയിൽ പിണറായി വിജയനാണ് നേതൃത്വം നൽകുന്നത് എങ്കിൽ LDF ജയിക്കില്ല എന്ന്. നമുക്കറിയാം പിണറായി വിജയനാണ് LDFിൻ്റെ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. മറുപക്ഷത്ത് ഉമ്മൻചാണ്ടിയുമുണ്ട്. ഇത് ഒരു സർക്കാരിൻ്റെ റഫറൻഡം എന്നതിൽ അപ്പുറത്തേക്ക് പിണറായി വിജയൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും റഫറൻഡമായി മാറാൻ പോവുകയാണോ? പിണറായി വിജയനാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പിണറായി വിജയൻ നേതൃത്വം നൽകിയാൽ, പിണറായി വിജയൻ്റെ മുഖം ആ നിലയിൽ പ്രദർശിപ്പിച്ചാൽ LDF തോൽക്കാൻ അത് മാത്രം മതി കാരണം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അത് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളത് പിണറായിയുടെ ലക്ഷ്യം. മറുപക്ഷത്ത് ഉമ്മൻചാണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കേണ്ടതായി ഗ്രൂപ്പിൻ്റെ ആവശ്യമാണ്. 2 കാരണങ്ങളാൽ. ഒന്ന്, നേതൃമാറ്റം ആവശ്യപ്പെടണം രമേശ് ചെന്നിത്തലയ്ക്ക്. മറ്റൊന്ന്, VM സുധീരൻ KPCC പ്രസിഡൻ്റായതിനു ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് പോലും ജയിക്കാനായില്ല എന്ന് ഐ ഗ്രൂപ്പിന് തെളിയിക്കേണ്ടതുണ്ട്. ഇത് ഉമ്മൻചാണ്ടിയുടെ മാത്രമായിട്ടുള്ള കഴിവ് കൊണ്ടല്ല, കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചത് രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായതുകൊണ്ട് കൂടിയാണ് എന്ന്. അപ്പോൾ ആ നിലയിൽ ഇത് ഉമ്മൻചാണ്ടിയുടെയും പിണറായി വിജയൻ്റെയും റഫറൻഡമായി കാണേണ്ടതുണ്ടോ? ഒന്നാമത് TJ ചന്ദ്രചൂഡനെ പോലെ സ്ഥലജല വിഭ്രാന്തി പ്രാപിച്ച ഒരാളെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു വാക്കിനെക്കുറിച്ചും ഒരു മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ചന്ദ്രചൂഡനെ പോലെ ആളുടെ കുറിച്ചുള്ള അഭിപ്രായം ദയവായി എന്നോട് ചോദിക്കരുത്. അതുകൊണ്ട് അത് വിടുക. പിണറായി വിജയൻ്റെ റഫറൻഡമാണോ ഉമ്മൻചാണ്ടി റഫറൻഡമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഇവിടെ ഉമ്മൻചാണ്ടിയോ പിണറായിയോ അല്ല പ്രശ്നം. 2 മുന്നണികളുണ്ട്. ആ 2 മുന്നണികൾക്കും പൊതുവായ നയസമീപനങ്ങളുണ്ട്. ആ നയസമീപനങ്ങളെ സംബന്ധിച്ചുള്ള റഫറൻഡമായി അങ്ങ് മാറും. ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം റഫറൻഡമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയല്ല. കാരണം ഞാൻ പറയുന്നത് ഒരു പാർട്ടിയുടെ വക്താവായിട്ടല്ല പറയുന്നത്. കേരളത്തിൽ പലപ്പോഴും ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭരിക്കുന്നവർ തോറ്റിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, തിരിച്ചും പറഞ്ഞു വന്നിട്ടുണ്ട്. അതൊന്നും പൊതുതെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഘടകങ്ങളല്ല. ഓരോ തെരഞ്ഞെടുപ്പിലും ചില മാറ്റങ്ങൾ. ഇപ്പോൾ അരുവിക്കരയിൽ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്നത് UDF ആണ്. അവിടെ ഉണ്ടാകുന്ന വോട്ടിംഗ് പാറ്റേണിലെ ഒരു ചെറിയ മാറ്റം ഒരു സൂചകയായി കണക്കാക്കാം. എന്ന് വെച്ച് അവിടുത്തെ വിജയപരാജയമാണ് പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള പോക്ക് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ തകർച്ച എന്നൊന്നും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് എന്നും രാഷ്ട്രീയത്തിൽ സൂചകങ്ങൾക്ക് അപ്പുറം അത് റഫറൻഡം എന്ന നിലയിലേക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് 140 നിയോജക മണ്ഡലങ്ങളിലും വ്യത്യസ്തങ്ങളായ സാമുദായിക ഘടനകളും രാഷ്ട്രീയ ഘടനകളും സ്വഭാവങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുതുപ്പള്ളിയിൽ നാളെ തെരഞ്ഞെടുപ്പ് കിടന്നിട്ട് അവിടെ ജയിക്കുമോ തോൽക്കുമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉമ്മൻചാണ്ടിയുടെ പാർട്ടിയെ ജയിക്കൂ.
അല്ലെങ്കിൽ ഓരോ വിലയിരുത്തിയാൽ മതിയോ എന്ന് ഞാൻ സംശയിക്കുകയാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2011 10,000-ലധികം വോട്ട് വാങ്ങി ജയിക്കുന്നു. ഇപ്പോൾ UDF പരാജയമാണെങ്കിൽ ആ ജനവിധി ഇപ്പോഴില്ല, ആ ജനാംഗീകാരം ഇപ്പോഴില്ല എന്ന് സ്വാഭാവികമായും LDF പറയാൻ കഴിയും. ഇവിടെ ഷിയാണത്തലവട്ടം ആനന്ദൻ, അരുവിക്കരയിൽ LDF ജയിക്കുകയാണെങ്കിൽ ഈ സർക്കാരിൻ്റെ ഭൂരിപക്ഷം 72-ൽ തുടരും. നമുക്കറിയാമല്ലോ PC ജോർജ് UDFുമായി സഹകരിച്ച് പോകാൻ ഇപ്പോൾ തയ്യാറില്ല. അപ്പോൾ UDF 72-ൽ തുടരും. സ്വാഭാവികമായും എന്താണ് സംഭവിക്കാൻ? ഈ സർക്കാരിനെ അട്ടിമറി ഈ സർക്കാർ താഴെ ഇറങ്ങണമെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകകക്ഷി കൂടി LDF പക്ഷത്തേക്ക് വരണം. അപ്പോൾ നമ്മൾ കരുതിയിരുന്നത് ഒന്ന് ജനതാദൾ യുണൈറ്റഡാണ്. ജനതാദൾ യുണൈറ്റഡ് പറഞ്ഞിരുന്നത് ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഇവിടെയും ഞങ്ങൾക്ക് നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്നാണ്. ദേശീയ തലത്തിൽ ജനതാ പരിവാർ രൂപീകരിക്കുമെന്നായിരുന്നു നാം മാസങ്ങൾക്ക് മുമ്പ് കരുതിയിരുന്നത് എങ്കിൽ അത് ഉണ്ടാകാനിടയില്ല, ഏറ്റവും കുറഞ്ഞത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എന്ന് തീർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ പ്രതീക്ഷ അല്ലെങ്കിൽ LDFൻ്റെ പ്രതീക്ഷ RSPയുടെ കാര്യത്തിലായിരുന്നു. ഇന്ന് ചന്ദ്രചൂഡൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നു, പിണറായി ഉള്ളിടത്ത കാലം ഞങ്ങൾ ഇനി അങ്ങോട്ടേക്കില്ല എന്ന്. അതായത് നേരത്തെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഭരണമാറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. 140 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പോലെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ മാത്രം കണ്ടാൽ മതി. ഈ സർക്കാർ 5 വർഷം തുടരും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ഇന്ന് ശ്രീ ചന്ദ്രചൂഡൻ്റെ പ്രസംഗം? ചന്ദ്രചൂഡൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇവിടെ സുരേന്ദ്രൻ ഒരു കാര്യം പറയുകയുണ്ടായി. 5% CPMകാർ ഇപ്പോൾ RSSലേക്ക് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് BJPയിലേക്ക്. മറിച്ചാണ് സംഭവിക്കുക എന്നുള്ളത് കണ്ണൂരിലും കോഴിക്കോടും കാസർഗോഡുമുള്ള സംഭവവികാസങ്ങളിൽ നമുക്ക് മനസ്സിലാകും. അവിടെ നിന്ന് RSS വിട്ടാണ് അവരിപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടും CPMനോടും വരുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനെ തിരിച്ച് അങ്ങനെ അല്ലെന്ന് വരുത്തി തീർക്കാനാണ് ശ്രീ സുരേന്ദ്രൻ്റെ പരിശ്രമം. 2, അഴിമതിക്കെതിരായി നടപടിയെടുത്തൊരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന് എൻ്റെ സ്നേഹിതൻ അജയ് തറയിൽ പറയുകയുണ്ടായി. എടുത്തത് അഴിമതിക്കെതിരെ നടപടി എടുത്തവർക്കെതിരായ നടപടിയാണ്, ഉദ്യോഗസ്ഥന്മാർക്കെതിരായ അഴിമതിക്കാരെ സംരക്ഷിക്കലാണ് ഈ ഗവൺമെൻറ്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ ബാർ കോഴ കേസിൽ തെളിവുകളൊക്കെ ശേഖരിച്ച് വിജിലൻസിൻ്റെ റിപ്പോർട്ട് കൊടുക്കാറായപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ മേൽ വിജിലൻസിൻ്റെ ലീഗൽ അഡ്വൈസർമാർ അഡ്വക്കേറ്റ് ജനറലിനോട് ഉപദേശം ചോദിക്കാൻ പോയിരിക്കുന്നു. ആ അഡ്വക്കേറ്റ് ജനറൽ ഉപദേശം കൊടുക്കുന്നതിന് അദ്ദേഹത്തിനൊരു കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്നു 2 ലക്ഷമാക്കി ഉമ്മൻചാണ്ടി ഇപ്പോൾ വർദ്ധിപ്പിച്ചു. പോട്ടെ, ഇനി അദ്ദേഹത്തിന് 2 ലക്ഷം കൊടുക്കാൻ നേരിടാം. 2012 മുതൽ മുൻകൂർ പ്രാബല്യം ഒരു 10-60 ലക്ഷം രൂപ അഡ്വക്കേറ്റ് ജനറലിന് ധനപാടിക്ക് കൊടുക്കുകയാണ്. എന്തിനാണ്? ഇക്കാര്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതില്ല, നിയമപരമായി ഇല്ല എന്ന് പറഞ്ഞൊരു നിയമോപദേശം നൽകാൻ. ഇത് അഴിമതിക്കാരെ സംരക്ഷിക്കലല്ലേ? അഴിമതിക്കെതിരായി അഴിമതി അന്വേഷിക്കാൻ നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അവിടെ നിന്ന് മാറ്റുകയാണ്. ഇത്ര നഗ്നമായ അഴിമതി കാണിച്ചൊരു ഗവൺമെന്റ് ഈ ഭൂമുഖത്ത് ഈ കേരള സംസ്ഥാനത്ത് വേറെ ഏതെങ്കിലും കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ ശ്രീ ചന്ദ്രചൂഡൻ്റെ അഭിപ്രായത്തെക്കുറിച്ച്. ചന്ദ്രചൂഡൻ്റെ അഭിപ്രായവും പിണറായി വിജയൻ്റെ അഭിപ്രായവും പിണറായി വിജയൻ്റെ സ്വാധീനവും ചന്ദ്രചൂഡൻ്റെ സ്വാധീനവും മാലോകർക്കൊക്കെ അറിയുന്ന കാര്യമല്ലേ? എല്ലാ തെരഞ്ഞെടുപ്പിലും നിൽക്കുകയും തോക്കുകയും ചെയ്യുന്ന ആളാണ് ചന്ദ്രചൂഡൻ. പിണറായി വിജയൻ നിന്ന് മത്സരിച്ച തെരഞ്ഞെടുപ്പിലെല്ലാം ജയിച്ച ആളാണ് പിണറായി വിജയൻ. ഇവർ തമ്മിലുള്ളതിനെ കുറിച്ച് നാട്ടുകാർക്ക് കമ്പയർ ചെയ്യാനായിട്ട് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? അരുവിക്കരയിൽ തോറ്റതിനെ CPM വേണ്ട വിധത്തിൽ സഹായിക്കാത്തത് കൊണ്ടാണ് എന്ന് അന്ന് തന്നെ മുറുമുറുപ്പുണ്ടായിരുന്നു ശ്രീ അനന്തലവട്ടാനന്ദൻ. എൻ്റെ ചോദ്യം ഇതല്ല. നിങ്ങൾ 2 ഘടകകക്ഷികളെയാണ് പ്രധാനമായും UDFിൽ നിന്ന് നോക്കിയത്. ഒന്ന് ജനതാദൾ യുണൈറ്റഡും 2 RSPയും. ഈ ജനതാദൾ യുണൈറ്റഡിന് ഇപ്പോൾ വരാൻ കഴിയില്ല, ദേശീയ തലത്തിൽ അവർ തീരുമാനമെടുക്കുന്നില്ല. 2 RSP വരും എന്ന് വിചാരിച്ചു, RSP വരുന്നില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ഈ സർക്കാരിനെ താഴെ ഇടക്കാം അരുവിക്കരയ്ക്ക് ശേഷം, അത് ജയിക്കുകയാണെങ്കിൽ തന്നെ എന്നൊരു മോഹമുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക. അല്ല, ഈ അഴിമതിയുടെ ആ ചളിക്കുണ്ടിൽ കിടക്കാനാണ് RSPയും ജനതാദളും നിൽക്കുന്നെങ്കിൽ അവരവിടെ നിന്നോട്ടെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്ത് വന്നാൽ
ധാർമ്മികമായി ഈ ഗവൺമെൻറ് നിലനിൽക്കാൻ അവകാശമുണ്ടോ? ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാകും അരുവിക്കര തെരഞ്ഞെടുപ്പെന്ന്. അതിന് അദ്ദേഹം മാറുമോ? ഈ ഗവൺമെൻറ്റിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരായിട്ട് ജനവിധിയാണ് വരാൻ പോണത്. ആ ജനവിധി മാനിക്കാൻ ഉമ്മൻചാണ്ടി നിർബന്ധമാകും. ഇല്ലെങ്കിൽ അവർക്ക് 1 വർഷം കൊണ്ട് ഭരിച്ചിരുന്ന് പുഴുത്ത് നാറിത്തീരട്ടെ. ഞങ്ങൾ ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ഏതെങ്കിലും ഒരു കക്ഷിയെ ചാക്കിട്ട് പിടിക്കാനോ കോൺഗ്രസ് വിമോചന സമരം സംഘടിപ്പിച്ച് ശ്രമിച്ചിട്ടില്ല. എന്തായാലും ഈ സർക്കാരിന് യാതൊരു ഭീഷണിയുമില്ല. എന്തായാലും ജനതാദൾ യുണൈറ്റഡിന് വരാൻ കഴിയില്ല എന്നുള്ളത് ദേശീയ തീരുമാനം മാത്രമായിട്ടല്ല. ഇവിടെ KP മോഹനും 5 വർഷം മുഴുവൻ ഭരണത്തിലും ഇരിക്കണമെന്ന വാദക്കാരനാണ്. മാത്രമല്ല ഇപ്പോൾ RSP അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് 2016 വരെ ഈ ഭരണം മുന്നോട്ട് പോകും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും നികേഷ്, ഞാൻ പലവട്ടം അങ്ങനെയൊന്നും ഇപ്പൊ ഉറപ്പാക്കണ്ട. ഇതിനിടയില് ഏപ്രിൽ വരെ ഈ ഗവൺമെന്റ് ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോകും. ശ്രീ ചെറിയാ ഫിലിപ്പ് തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം നിഷ്പക്ഷത ആയി പറയുന്നു എന്ന് പറഞ്ഞാലും അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികനാണ്. അദ്ദേഹം പിണറായിയോട് കൂടുതൽ ചായ്വുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി UDF അനുകൂലമായിരിക്കും. അനുകൂലമാകുന്നത് അത്ഭുതമില്ല. കാരണം എന്താ, അരുവിക്കര ഒരു UDF മണ്ഡലമാണ്. അത് കേരള രാഷ്ട്രീയത്തോട് ചലനമുണ്ടാക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ തെരഞ്ഞെടുപ്പിൽ UDF തന്നെ ജയിക്കും. അത് ഞങ്ങൾക്കറിയാം. അത് കേരള രാഷ്ട്രീയത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നൊരു വിലയിരുത്തലാണ് ഇടതുപക്ഷ മുന്നണിക്കുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമുക്ക് വ്യക്തമായി കാണുന്നത്. ശ്രീ സുരേന്ദ്രൻ, നമുക്ക് സമയക്കുറവുണ്ട്. ശ്രീ സുരേന്ദ്രൻ, എന്തായാലും 2016 വരെ ഉമ്മൻചാണ്ടി ഭരിക്കട്ടെ എന്ന് സംബന്ധിച്ചൊരു വ്യക്തത എനിക്ക് തോന്നുന്നത് UDF-നേക്കാൾ കൂടുതൽ LDF-ലാണ് എന്ന് തോന്നുന്നു. അല്ല നികേഷ്, അതിലൊരു കാര്യം, ഈ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേൺ നോക്കിയാൽ ഇത്രയധികം അഴിമതി, സോളാർ അഴിമതി ഉൾപ്പെടെ അഴിമതികൾ നടന്നിട്ടും കേരളത്തിൽ ഉമ്മൻചാണ്ടിക്കാണ് മേൽക്കൈ കിട്ടിയത്. ആരാണ് അതിന് കാരണക്കാര്? അത് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയാണ് അതിന് കാരണക്കാര്. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും കോൺഗ്രസ് തോറ്റു, കേരളത്തിൽ മാത്രം കോൺഗ്രസ് ജയിച്ചു. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിപക്ഷത്തെ അവർക്ക് ഈ കോൺഗ്രസിനെ എതിർക്കാനുള്ള ധാർമ്മികത അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയൻ നേതൃത്വം നൽകിയാൽ അച്യുതാനന്ദന് ജീവനുണ്ടെങ്കിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കാൻ സമ്മതിക്കില്ല, അരുവിക്കരയിൽ ജയിക്കാൻ സമ്മതിക്കില്ല. അതിനുള്ള വഴി അച്യുതാനന്ദൻ കണ്ടെത്തും. അതുകൊണ്ട് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അവരൊരു കണ്ണാടിക്കൂട്ടിൽ ഇരുന്നിട്ട് പോലെ എല്ലാ രാഷ്ട്രീയക്കാരെയും കാണുകയാണ്. കോൺഗ്രസിന്റെ അതേ സ്വഭാവമല്ലേ ഇവിടുത്തെ LDF-നുള്ളത്? കോൺഗ്രസ് നടത്തുന്ന ഏത് കാര്യമാണ് LDF നടത്താത്തത്? അഴിമതിയുടെ കാര്യത്തിൽ, വർഗീയ പ്രീണനത്തിന്റെ കാര്യത്തിൽ, മറ്റെല്ലാ നിലപാടുകളുടെ കാര്യത്തിൽ വളരെ വേഗത്തിൽ ചുരുക്കി പറയണം. ഈ സർക്കാരിനെ നിലനിർത്തുക എന്നുള്ളൊരു ബാധ്യത UDF-നേക്കാൾ കൂടുതൽ LDF-നുള്ളതുപോലെ സുരേന്ദ്രനൊരു ചെറിയ സംശയം. അല്ല, സുരേന്ദ്രന് അത് പറയുന്നത്, സുരേന്ദ്രൻ സോളാർ കേസിനെതിരായി എൻ്റെ കയ്യിൽ എല്ലാം നക്ഷത്രം പോലുള്ള തെളിവുകളിരിക്കുന്നു, ഞാനതിപ്പോൾ ഹാജരാക്കുമെന്ന് പറഞ്ഞിട്ട് ആരോപണം ഉന്നയിച്ച് ചാനലുകളുടെ മുമ്പിലൊക്കെ വന്നിരുന്ന് പറഞ്ഞിട്ട് പോയ സുരേന്ദ്രൻ കോടതിയിൽ വിളിച്ചപ്പോൾ, കമ്മീഷൻ വിളിച്ചപ്പോൾ ഒരു തെളിവുമായി ഹാജരാകാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഈ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സമീപനം എടുത്ത് ആ സുരേന്ദ്രനാണ് അഡ്ജസ്റ്റ്മെന്റ് സമരം നടത്തിയത്. ഇടതുപക്ഷമല്ല, ഞങ്ങളൊരു തുറന്ന പുസ്തകം പോലെ ഈ പ്രശ്നങ്ങൾ ആ സമരത്തിന്റെ റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കാണുകയും ചെയ്യും. അഴിമതിക്കെതിരായ സമരം എന്ന് പറയുന്നത്, അഴിമതിക്കെതിരായ സമരം ഇപ്പൊ അവർ പറയാണ് 164 കരിമിനെതിരായിട്ടുമുണ്ടല്ലോ എന്ന്. ആ 2013 കരിമിനെതിരായി 164 സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ട് CBI ആണല്ലോ ഇട്ടത്. എന്തുകൊണ്ടൊരു പെറ്റി കേസ് പോലും അന്ന് ചാർജ് ചെയ്തില്ല? ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത് കൊണ്ടുവരുന്നത്? ഈ അഴിമതി മുങ്ങി കുളിച്ചവർക്കെതിരായി ഈ എന്ന് വരുത്തി തീർക്കാൻ സാക്ഷിയാക്കി കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റാണ് ഇത്. രണ്ടും ഒപ്പമല്ല, എല്ലാവരും ഒരു ജനങ്ങൾ പറയുന്നത്. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത ചെറിയാൻ ഫിലിപ്പ്, അജയ് തറയിൽ വളരെ നന്ദി. 8 സഫറിൽ ഇടപെട്ടതിന്, ഞങ്ങളോട് സഹകരിച്ചതിന്. ഒരിടവേള കൂടി.